ദാരുണമായ ഒരു വാർത്തയിൽ നിന്നാണ്. എറണാകുളം വടക്കൻ പറവൂരിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. വടക്കൻ പറവൂർ കൊടുങ്ങല്ലൂർ ദേശീയപാതയിൽ ആലിമാവിന് സമീപമാണ് അപകടമുണ്ടായത്. 19 യാത്രക്കാർക്ക് പരിക്കേറ്റു. ഫാസ്റ്റ് പാസഞ്ചർ കോഴിക്കോട്ടേക്കും സ്വകാര്യ ബസ് പറവൂരിലേക്കും പോകും വഴിയായിരുന്നു അപകടമുണ്ടായത്. എറണാകുളം മൂവാറ്റുപുഴ പട്ടിമറ്റത്ത് ആനക്കൊമ്പ് പിടികൂടി. സംഭവത്തിൽ 4 പേർ പിടിയിലായി. വിജിലൻസിൽ ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ശ്രീ എം വി ജയരാജൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. 2 കൂട്ടരും വിജിലൻസിനെതിരെ പറഞ്ഞു. അന്വേഷണ ഏജൻസി സംസ്ഥാനത്തെ വിജിലൻസ് ആയതുകൊണ്ട് ഇന്ന് വി ഡി സതീശന് എതിരെ അതേ സംഭവത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുകയാണ്. അതിനെ സ്വാഗതം ചെയ്തു. ഇപ്പൊ സതീശനെതിരെ വിജിലൻസ് കേസ് എടുത്താൽ അത് രാഷ്ട്രീയ പകപോക്കൽ. BJPയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേന്ദ്ര സർക്കാർ കേസ് അന്വേഷിച്ചാൽ അതിനെ സ്വാഗതം ചെയ്യൽ. ഇത് തെളിയിക്കുന്നത് CBIയിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലും കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ ഇവർക്കുള്ള സ്വാധീനമാണ്. അതുകൊണ്ട് സുധാകരന് നേരത്തെ തന്നെ RSS BJP ബന്ധമുണ്ട്. അത് CBI എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയ കേന്ദ്ര അന്വേഷണ ഏജൻസികളിലേക്കുള്ള BJP വഴിയുള്ള ബന്ധമാണ്. ഇപ്പോൾ ഹെഗ്ഡേവാറിൻ്റെയും സവർക്കറുടെയും ദിനാചരണ പരിപാടികളിൽ പങ്കെടുത്ത് BJPയോടൊപ്പം വിനീത ശിഷ്യനെ പോലെയായി നിൽക്കുന്ന പ്രതിപക്ഷ നേതാവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സ്വാഗതം ചെയ്യുക വഴി BJP വഴി ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ബന്ധപ്പെടാൻ കഴിയും എന്ന് തെളിയിക്കുന്നതാണ്. അതുകൊണ്ട് ജയരാജൻ്റെ പേരിലും രാജേഷിൻ്റെ പേരിലും ഗൂഢാലോചന കുറ്റം ചുമത്തിക്കൊണ്ട് CBIയെയും അന്ന് UDF ഭരിക്കുമ്പോൾ കേരള പോലീസിനെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് രാഷ്ട്രീയമായി CPM നേതാക്കൾക്കെതിരെ കള്ളക്കേസെടുത്തത്. അത് വൈകിയാണെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് തന്നെ സത്യം തുറന്നു പറഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. ഇതിൽ BRM ഷഫീർ അല്പസമയം മുമ്പ് പ്രതികരിച്ചത് സുധാകരൻ ഈ CBI അന്വേഷണം ഉറപ്പാക്കാൻ വേണ്ടി നിയമ പോരാട്ടം ശക്തമായി നടത്തി എന്നുള്ളതാണ്. മറ്റ് പദപ്രയോഗം അതൊരു സ്ലിപ്പ് ഓഫ് ടങ്ക് എന്നുള്ള നിലയിലാണ് BRM ഷഫീർ അല്പസമയം മുൻപ് ഒരു വിശദീകരണം നൽകിയത്. അദ്ദേഹം ചാനലുകളിൽ മിക്കവാറും ദിവസങ്ങളിൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വക്താവായി വരുന്നയാളാണ്. അങ്ങനെ നാക്കുപിഴ അദ്ദേഹത്തിന് ചാനൽ ചർച്ചകളിൽ വരാറില്ലല്ലോ. എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണ രൂപത്തിൽ പുറത്തു വന്നല്ലോ. ഏതെങ്കിലും ഒരു വാക്കിലുള്ള നാക്കുപിഴയല്ലല്ലോ. 2 സന്ദർഭത്തിലും അദ്ദേഹം പറഞ്ഞല്ലോ, സുക്കൂർ കേസിൽ P ജയരാജനെയും TV രാജേഷിനെയും CPIM നേതാക്കന്മാരെ കേസിൽ ഉൾപ്പെടുത്താൻ വേണ്ടി അന്ന് പോലീസിലും പിന്നീട് CBIയിലും ഇടപെട്ടത് K സുധാകരനാണ്. അത് കൃത്യമായി അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു നാക്കുപിഴയല്ല, ഒരാശയം അദ്ദേഹത്തിൻ്റെ തലച്ചോറിൽ നിന്ന് സത്യസന്ധമായി പുറത്തു വന്നതാണത്. അതുകൊണ്ട് നാക്കുപിഴയെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിയില്ല. വർക്കലയിൽ മകളുടെ വിവാഹത്തലേന്ന് അച്ഛനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി. കൊലപാതകം നടന്ന രാജുവിൻ്റെ വീട്ടിലും അതിനു മുമ്പ് പ്രതികൾ മദ്യപിച്ച ബാറിലും ഉൾപ്പെടെ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. 3 ദിവസത്തേക്കാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ നൽകിയിട്ടുള്ളത്. ആറ്റിങ്ങൽ മജിസ്ട്രേറ്റ് കോടതി 3 തിങ്കളാഴ്ച രാവിലെ 11 മണി വരെ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടത്. പ്രതികളായ ജിഷ്ണു, സഹോദരൻ ജിജിൻ, സുഹൃത്തുക്കളായ മനു, ശ്യാം എന്നിവരെ രാജുവിന്റെ വീട്ടിൽ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ പ്രതികൾക്ക് നേരെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും വലിയ പ്രതിഷേധമുയർന്നു.
പ്രതികളെ വാഹനത്തിലിരുത്തി തന്നെയാണ് വീട്ടിൽ തെളിവെടുപ്പ് നടപടികൾ പോലീസ് പൂർത്തിയാക്കിയത്. നടപടികൾ പ്രഹസനമെന്ന് ബന്ധുക്കളിൽ ചിലർ പറഞ്ഞപ്പോൾ തെളിവെടുപ്പിൽ തൃപ്തിയുണ്ടെന്ന് മകൻ ശ്രീഹരി. ഒരിക്കലും എന്റെ കുടുംബം വരെ തകർക്കണം, അത്ര വേലാണ് ചെയ്തത്. ആണുങ്ങളായ എല്ലാവരും ഇവിടെ നിന്ന് പോയതിനു ശേഷം അവരിവിടെ വരണമെങ്കിൽ കരുതിക്കൂട്ടി വന്നത് തന്നെയാണ്. ഈ വീട്ടിലുള്ള സകലരെ അടിച്ചു നിരത്തിയിട്ടാണ് അവർ പോകുന്നത്. അത് മൺമട്ടി കൊണ്ട് തലക്കടിച്ചാണ് ചേട്ടൻ മരിക്കുന്നത്. കൊലപാതകം നടന്ന വീട്ടിലെത്തിക്കും മുൻപ് പ്രതികളെ വർക്കല ക്ലിഫിന് സമീപത്തെ ബാറിലെത്തിച്ചും തെളിവെടുത്തു. ഇവിടെ മദ്യപിച്ച ശേഷമാണ് രാജുവിനെയും കുടുംബത്തെയും ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രതികൾ സംഭവ സ്ഥലത്തേക്ക് പോയത്. പോകും വഴി ഭക്ഷണം കഴിച്ച റെസ്റ്റോറന്റിലും തെളിവെടുപ്പ് നടത്തി. ഗൂഢാലോചനയിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യം വിശദമായ ചോദ്യം ചെയ്യലിൽ വ്യക്തമാകും. കൂടുതൽ തെളിവെടുപ്പ് വേണമെങ്കിൽ അതും പൂർത്തിയാക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് തെരുവുനായയുടെ ആക്രമണം. മലയൻകീഴ് മണപ്പുറത്ത് 15 പേരെയാണ് തെരുവുനായ കടിച്ചത്. കടിയേറ്റ് വീടിനകത്തുണ്ടായിരുന്ന 8 പേർക്കും വഴിയാത്രക്കാരായ 4 പേർക്കും ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന 3 പേർക്കും പരിക്കേറ്റു. പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പത്തനംതിട്ട ഇലന്തൂരിൽ 6 പേരെ ആക്രമിച്ച നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. തിരുവല്ലയിൽ നടത്തിയ പരിശോധനയിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഇലന്തൂരിൽ വീടിന്റെ മുറ്റത്ത് നിൽക്കുകയായിരുന്ന യുവാവിനെയും റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന സ്ത്രീയെയും വഴിയാത്രക്കാരെയും തെരുവുനായ ആക്രമിച്ചത്. ആക്രമണത്തിൽ പരിക്കേറ്റവർ ചികിത്സ തേടിയിരുന്നു. ഗുരുവായൂർ ആനക്കോട്ടയിലെ ആനകൾക്ക് സുഖചികിത്സയ്ക്ക് തുടക്കമായി. ആനകളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി 30 ദിവസമാണ് ദേവസ്വം ബോർഡ് സുഖചികിത്സ നൽകുന്നത്. മന്ത്രി ജെ ചിഞ്ചുറാണിയും ആനക്കോട്ടയിൽ എത്തിയിരുന്നു. 41 ആനകളാണ് ആനക്കോട്ടയിലുള്ളത്. ഇതിൽ 23 ആനകൾ സുഖചികിത്സയിൽ പങ്കെടുക്കും. 18 ആനകൾ നീരിലാണ്. മതപ്പാട് കാലം കഴിയുന്ന മുറയ്ക്ക് ഇവയ്ക്കും സുഖചികിത്സ നൽകും. മനുഷ്യനും മൃഗത്തിനും ഒരുപോലെ സേവനം നമുക്ക് ഈ മേഖലകളിൽ അവർക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് കേരളത്തിൻ്റെ ഗവൺമെൻറ് തന്നെ ഇന്ന് ഏറ്റെടുത്തിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഇന്ന് നമുക്ക് ഇവിടെ അത്തരത്തിലുള്ള നമ്മുടെ നാട്ടാനകളെ സംരക്ഷിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വമാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. 3696 കിലോ അരി, 1230 കിലോ ചെറുപയർ, 1230 കിലോ രാഗി, 123 കിലോ അഷ്ടചൂർണം, 307.5 കിലോ ചവനപ്രാശം, 123 കിലോ മഞ്ഞൾപ്പൊടി, അയൺ ടോണിക്, ധാതുലവണങ്ങൾ എന്നിവയാണ് സുഖചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. ആനക്കോട്ടയിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ ചികിത്സാ സമിതിയാണ് നേതൃത്വം നൽകുന്നത്. ജൂലൈ 30-ന് സുഖചികിത്സ അവസാനിക്കും. രാജു ഗുരുവായൂർ, ന്യൂസ് 18 തൃശൂർ. കാസർഗോഡ് മോഗ്രാൽ കൊപ്പളയിൽ കുളത്തിൽ 2 കുട്ടികൾ മുങ്ങി മരിച്ചു. കുളിക്കാനിറങ്ങവെയാണ് അപകടമുണ്ടായത്. മഞ്ചേശ്വരത്തെ റഫീഖ് നഫീസ ദമ്പതികളുടെ മക്കളായ നാസിൽ, നവാസ് എന്നിവരാണ് മരിച്ചത്. വിവരമറിഞ്ഞ് കുമ്പള പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാരാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. മൃതദേഹം മംഗൽപാടി താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. പത്തനംതിട്ട അടൂർ ഏഴംകുളം ദേവീക്ഷേത്ര പരിസരത്തുള്ള കുളത്തിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. 40 വയസ്സ് പ്രായം തോന്നിക്കുന്ന സ്ത്രീയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പോലീസ് വിവരം അറിഞ്ഞതിനെ തുടർന്ന് അടൂരിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് മൃതദേഹം പുറത്തെടുത്തു. അടൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു വരുന്നു. ഇടുക്കിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച 20കാരനും തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ പാർപ്പിച്ച 5 പേരും അറസ്റ്റിലായി. നെടുങ്കണ്ട സ്വദേശി അശ്വിൻ സന്തോഷ്, ആരോമൽ ഷാജി, ബിനീഷ് ഗോപി, ജസ്റ്റിൻ സ്പിൻവിൻ, അലൻ മാത്യു എന്നിവരാണ് പിടിയിലായത്. ഇടുക്കി തങ്കമണിയിലാണ് സംഭവമുണ്ടായത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ 6 പേരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 7 ദിവസത്തിനു മുമ്പ് വീട് വിട്ടിറങ്ങിയ ഇടുക്കി സ്വദേശിനായ പ്രായപൂർത്തിയാകാത്ത മറ്റൊരു പെൺകുട്ടിയെയും ഇവരോടൊപ്പം കണ്ടെത്തി. ജൂൺ 26-ന് സ്കൂളിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ പെൺകുട്ടി തിരികെ എത്തിയിരുന്നില്ല. സംഭവത്തിന് പിന്നിൽ ലഹരി മാഫിയാണെന്ന സംശയം ശക്തമാണെന്ന് പോലീസ് പറഞ്ഞു. ഇടുക്കിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കർഷകന് പരിക്കേറ്റു. നെടുങ്കണ്ടം തൂവൽ സ്വദേശി കായപ്ലാക്കൽ ബിനോയ്ക്കലാണ് പരിക്കേറ്റത്. കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് കാട്ടുപന്നി ആക്രമിച്ചത്. കൃഷിയിടത്തിൽ ജോലി ചെയ്യുമ്പോൾ പിന്നിൽ നിന്നെത്തിയ കാട്ടുപന്നി ആക്രമിക്കുകയായിരുന്നു. കാലിലും പുറത്തും പരിക്കേറ്റ ബിനോയ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള നീക്കത്തിൽ നിന്ന് താൽക്കാലികമായി പിന്മാറി കരാർ കമ്പനി. ജനപ്രതിനിധികൾ നടത്തിയ ചർച്ചയിലാണ് ഓഗസ്റ്റ് 15 വരെ തൽസ്ഥിതി തുടരാൻ തീരുമാനമായത്. നേരത്തെ പന്നിയങ്കര ടോൾ പ്ലാസയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു.
പ്രദേശത്തെ 5 പഞ്ചായത്തുകളിൽ നിന്നുള്ളവർക്ക് ഇന്നു മുതൽ ഇളവ് അനുവദിക്കാനാകില്ലെന്ന് കമ്പനി നേരത്തെ നിലപാടെടുത്തിരുന്നു. ഇതേ തുടർന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞതോടെ നേരിയ സംഘർഷമുണ്ടായി. ഈ ട്രാക്ക് ഈ 6 പഞ്ചായത്തിലെ ജനങ്ങൾക്ക് തുടർന്ന് രമ്യ ഹരിദാസ് MP, PP സുമോദ് MLA ഉൾപ്പെടെയുള്ളവർ കമ്പനി അധികൃതരുമായി ചർച്ച നടത്തി. ഇതോടെ ടോൾ പിരിക്കുന്നത് കമ്പനി താൽക്കാലികമായി നിർത്തിവെച്ചു. പിരിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഈ ധാർഷ്ട്യം, ഈ വഴിയിൽ ഇപ്പം വരുന്ന സമയത്ത് വടക്കഞ്ചേരി നമുക്കറിയാം, ഇവിടേക്ക് എത്തുന്ന സമയത്ത് മേൽപ്പാലം കുത്തിപ്പൊളിച്ചുകൊണ്ട് ഒരു വശം മുഴുവൻ കുത്തിപ്പൊളിച്ചുകൊണ്ടിരിക്കുക. അത് പൂർത്തിയാക്കാതെ സർവീസ് റോഡും ഡ്രെയിനേജ് സംവിധാനങ്ങളും പൂർത്തിയാക്കാതെ തന്നെ ഈ ടോൾ പിരിവ് ഇവിടെ ആരംഭിച്ചത് തന്നെ വലിയ പ്രതിഷേധം ഞങ്ങൾ നടത്തിയതാണ്. പക്ഷേ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാൻ തുടങ്ങിയാൽ അത് അനുവദിച്ചു കൊടുക്കാൻ ഞങ്ങളെ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിപ്പോ ഇവര് മാത്രമായിട്ട് ഒരു തീരുമാനം എടുത്ത് അട്ടിമറിക്കാൻ സമ്മതിക്കില്ല. ഞങ്ങൾ യാതൊരു കാരണവശാലും 5 or 6 പഞ്ചായത്തുകൾക്ക് നിലവിലുള്ള ജനങ്ങൾക്ക് യാത്ര പോകേണ്ടത് സൗജന്യമാണെങ്കിൽ ആ സൗജന്യം തുടരുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത് പാലിയേക്കരയിൽ ഇപ്പോഴും ഈ സൗജന്യം പ്രദേശവാസികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പന്നിയങ്കരയിലും വേണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. അത് യാതൊരു വിട്ടുവീഴ്ചയില്ല. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കൂടിയാലോചന നടത്തി ഓഗസ്റ്റ് 15 മുമ്പ് ടോൾ പിരിവ് സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊള്ളും. ന്യൂസ് 18 പാലക്കാട്. പട്ടാമ്പിയിൽ സ്ത്രീയെയും പുരുഷനെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സ്ത്രീയുടെ മരണം ശ്വാസം മുട്ടിച്ചെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പട്ടാമ്പി ഗ്രീൻ പാർക്കിലെ വാടക കോട്ടേഴ്സിലാണ് ഷൊർണൂർ കണയം സ്വദേശി ശശികുമാർ, തൃശൂർ തൊഴുപ്പാടം സ്വദേശിനി ലീല എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തിവരികയാണെന്ന് പട്ടാമ്പി CI പ്രതാപ് അറിയിച്ചു. കുടുംബങ്ങളുമായി അകന്ന് വർഷങ്ങളായി പട്ടാമ്പിയിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ഇരുവരും. സംസ്ഥാനത്ത് ഒരു മാസത്തിനിടെ 3 ലക്ഷത്തോളം പേർക്ക് പനി ബാധിച്ച് ചികിത്സ തേടി. 2000-നടുത്താണ് ഡെങ്കിപ്പനി ബാധിച്ചവരുടെ എണ്ണം. ഔദ്യോഗിക കണക്ക് പ്രകാരം വിവിധ തരത്തിലുള്ള പനി ബാധിച്ച് 79 പേരാണ് ജൂൺ മാസത്തിൽ മാത്രം മരിച്ചത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് മഴ കുറഞ്ഞ ഒരു ജൂൺ മാസമാണ് കടന്നുപോയത്. പക്ഷേ അതുപോലെ അല്ല പനിയുടെ കാര്യത്തിൽ. മഴ കുറഞ്ഞാലും കേരളത്തിൽ പനി കൂടുകയാണ്. ജൂൺ മാസം വരെ, അതായത് ജൂൺ 1 മുതൽ ജൂൺ 30 വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ 3 ലക്ഷത്തിനടുത്ത് ആണ് പനി ബാധിച്ച് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയ ആളുകളുടെ എണ്ണം. കൃത്യമായി പറഞ്ഞാൽ 2,93,424 പേർ പനി ബാധിച്ച് സർക്കാർ ആശുപത്രികളിൽ ജൂൺ 30 വരെ ചികിത്സ തേടി. ഒരു സാധാരണ പനി ബാധിച്ച് ഒരു മരണമാണ് സ്ഥിരീകരിച്ചത്. കൂടാതെ മറ്റ് കണക്കുകൾ പരിശോധിച്ചാൽ ഡെങ്കിപ്പനി, കാരണം ഡെങ്കിപ്പനി കഴിഞ്ഞ ഈ ഒരു വർഷത്തെ കണക്ക് തന്നെ ഏകദേശം 3,300 മുകളിൽ മാത്രമേ എത്തിയുള്ളൂ. പക്ഷേ ഈ മാസം മാത്രം 1,876 ഡെങ്കിപ്പനി കേസുകൾ സ്ഥിരീകരിച്ചു. ഡെങ്കിപ്പനി സംശയിക്കുന്ന രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിലെത്തിയവരുടെ എണ്ണം 6,006 ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ച 8 പേരുടെ മരണം ഡെങ്കിപ്പനി മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. അതുകൂടാതെ ഡെങ്കിപ്പനി രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിലെത്തിയ 27 പേർ മരിച്ചു. അവരുടെ മരണകാരണം ഡെങ്കിപ്പനിയാണെന്ന് സംശയിക്കുന്നു. അതിൻ്റെ പരിശോധനാ ഫലങ്ങൾ ഇനി വരാനുണ്ട്. ഇവ രണ്ടും കൂടി പരിശോധിച്ചാൽ ഈ മാസം മാത്രം ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 35. എലിപ്പനി 166 പേർക്കാണ് സ്ഥിരീകരിച്ചത്. എലിപ്പനി രോഗലക്ഷണങ്ങളുമായി ഈ മാസം 229 പേർ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടി. ഇവരുടെ പരിശോധനാ ഫലങ്ങൾ ഇനി വരാനുണ്ട്. എലിപ്പനി ബാധിച്ച് ഉള്ള മരണം 5 മരണമാണ് സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചത്. കൂടാതെ 18 മരണങ്ങൾ എലിപ്പനി മൂലമാണ് എന്ന് സംശയിക്കുന്നു. അതിൻ്റെ പരിശോധനാ ഫലങ്ങൾ ഇനി വരാനുണ്ട്. അങ്ങനെ ആകെ മരണം 23 H1N1 വലിയ രീതിയിൽ ചില ജില്ലകളിൽ കൂടുന്നുണ്ട്. സംസ്ഥാനത്ത് ഈ മാസം മാത്രം 203 H1N1 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയ 203 പേരാണ് H1N1 ബാധിതരാണെന്ന് സ്ഥിരീകരിച്ചത്. H1N1 ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 9. അത് സ്ഥിരീകരണം മാത്രമാണ്. കൂടാതെ H1N1 രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിലെത്തി ചികിത്സ തേടിയ 3 പേരുടെ മരണം H1N1 മൂലമാണെന്ന് സംശയിക്കുന്നു. ഇതിൻ്റെ പരിശോധനാ റിസൾട്ടുകൾ വരാനുണ്ട്. അങ്ങനെ ആകെ മരണം 12. കൂടാതെ 170 പേർക്ക് H1N1 രോഗലക്ഷണങ്ങളുണ്ട്. എന്നാൽ ഇനി പരിശോധനാ റിസൾട്ടുകൾക്ക് ശേഷം മാത്രമായിരിക്കും അതിലൊരു സ്ഥിരീകരണം ഉണ്ടാവുക. കൂടാതെ ചെല്ലുപനി, സാധാരണ ഈ ഘട്ടത്തിൽ കൂടുതൽ ചെല്ലുപനിയും ഉയരാറുണ്ട്. പക്ഷേ കാര്യമായ രീതിയിൽ ചെല്ലുപനി കണക്ക് ഉയർന്നിട്ടില്ല. 22 കൺഫേംഡ് അല്ലെങ്കിൽ സ്ഥിരീകരിച്ച 22 കേസുകളാണ് ചെല്ലുപനി ഈ മാസം സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചത്. കൂടാതെ 11 പേർക്ക് ചെള്ളുപനിയാണെന്ന് സംശയിക്കുന്നുണ്ട്. അതിൻ്റെ പരിശോധനാ ഫലങ്ങൾ വരാനുണ്ട്.
കൂടാതെ ഈ പനി മരണങ്ങൾ എല്ലാം കൂടി പരിശോധിച്ചാൽ ഈ മാസം ആകെ 79 പനി മരണങ്ങൾ സംഭവിച്ചു എന്നാണ് ഔദ്യോഗിക കണക്ക്. ഈ കണക്കുകൾ എന്നുള്ളത് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയവരുടെ കണക്കുകൾ മാത്രമാണ്. സാധാരണ പനി വന്നാൽ ചിലർ സ്വന്തം നിലയിൽ പാരസെറ്റാമോളോ ഡോളയോ എല്ലാം വാങ്ങിക്കഴിച്ച് സ്വയം ചികിത്സ നടത്താറുണ്ട്. അത് വലിയൊരു ശതമാനം ഉണ്ടാകും. അത് കുറച്ചുകൂടി സിവിയർ ആയാൽ അല്ലെങ്കിൽ കുറച്ചുകൂടി തീവ്രമായാൽ സർക്കാർ ആശുപത്രികളിലോ അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളിലോ അല്ലെങ്കിൽ സമീപത്തുള്ള പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർമാരുടെ അടുത്ത് പോകും. ഇതിൽ സർക്കാർ ആശുപത്രിയുടെ കണക്ക് മാത്രമാണിത്. സ്വകാര്യ ആശുപത്രിയിൽ പോയവരുടെ കണക്ക് കൂടി എടുത്താൽ ഇതിൻ്റെയും ഇരട്ടിയിലധികം വരും. അതുതന്നെ ഈ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർമാരുടെ അടുത്ത് പോയി ചികിത്സ തേടിയവരുടെ എണ്ണം കൂടി എടുക്കുകയാണെങ്കിൽ ഞെട്ടിക്കുന്ന കണക്കിലേക്ക് കാര്യങ്ങളെത്തും. സ്വന്തം നിലയിൽ പനി ബാധിച്ച് സാധാരണ 3 ദിവസം സ്വന്തം നിലയിലെല്ലാം പനി ബാധിച്ചവർ സ്വയം ചികിത്സ നടത്താറുണ്ട്. അങ്ങനെ ചികിത്സിച്ചവരുടെ എണ്ണം എടുത്താൽ അത് ഒരുപക്ഷെ വലിയ കണക്കായിരിക്കും. എന്തായാലും ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട് ഇനി സ്വയം ചികിത്സ ഈ ഒരു കാലഘട്ടത്തിൽ അരുത് എന്നുള്ളത്. അതുകൂടാതെ സാംക്രമിക രോഗങ്ങൾ പകരാതിരിക്കാനുള്ള മുൻകരുതൽ ഓരോരുത്തരും എടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കൊതുക് നശീകരണം, കൂടാതെ എലിപ്പനിയെ ചെറുക്കാനുള്ള മുൻകരുതൽ ഓരോരുത്തരും എടുക്കേണ്ടതുണ്ട്. എലിപ്പനി വളരെ മാരകമായ ഒരു അസുഖം കൂടിയാണ്. മഴക്കാലം, അതായത് മഴ കാര്യമായി ലഭിച്ചില്ല, പക്ഷേ മഴ ഇനി വരും ദിവസങ്ങളിൽ മഴ കൂടാൻ സാധ്യതയുണ്ട്. വെള്ളം കെട്ടി നിൽക്കുന്നിടത്തെല്ലാം എലിപ്പനിക്ക് കാരണമായ വൈറസുകൾ എത്താനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എലിപ്പനിയും കരുതലോടെ ഇരിക്കണം. വരും ദിവസങ്ങളിൽ എലിപ്പനിയെ പ്രതിരോധിക്കാനുള്ള രീതിയിലുള്ള ജീവിതശൈലിയിലേക്ക് പോവുകയും വേണം. സ്വാഭാവികമായി പനിക്കണക്കുകൾ ഉയരും. സ്വയം ചികിത്സ അത് കഴിവതും ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ് ആരോഗ്യവകുപ്പ് പ്രധാനമായി പറയുന്നത്. വിവാദത്തിലായ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ പ്രതിമ നഗരസഭ മാറ്റി സ്ഥാപിച്ചു. കൊട്ടാരക്കര മണികണ്ഠൻ ആൽത്തറയിൽ 3 വിളക്കിന് സമീപം സ്ഥാപിച്ച പ്രതിമയാണ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് മാറ്റി സ്ഥാപിച്ചത്. പൊതു ഇടങ്ങളിലും വഴിയരികിലും പ്രതിമകൾ സ്ഥാപിക്കരുതെന്ന ഉത്തരവുകൾക്ക് വിരുദ്ധമാണ് നഗരസഭയുടെ നടപടിയെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, ഹിന്ദു ഐക്യവേദി നൽകിയ ഹർജിയിലാണ് നടപടിയായത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പ്രതിമ ഇളക്കി ശ്രീധരൻ നായർ സാംസ്കാരിക നിലയത്തിൽ സ്ഥാപിക്കുകയായിരുന്നു. 6 മാസമായി പ്രതിമ അനാച്ഛാദനവും നടന്നിട്ടില്ല. വായ്പിനിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളത്തിൽ നിന്ന് വീണ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. പുതുവൈപ്പിൻ സ്വദേശി ജോഷിയാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രി കൊച്ചി അഴിമുഖത്ത് LNG ടെർമിനലിന് സമീപമാണ് അപകടമുണ്ടായത്. ചെല്ലാനത്തിനും കണ്ണമാലിക്കും ഇടയിൽ കടലിൽ നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത്. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എ-സോൺ കലോത്സവത്തിന്റെ ഭാഗമായി ഘോഷയാത്ര നടന്നു. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫ്ലാഷ് മോബ് ആവേശമായി. പുത്തൻ നൃത്തരൂപങ്ങൾ ഉൾപ്പെടെയാണ് അരങ്ങേറിയത്. വിവിധ കോളേജുകളിൽ നിന്നായി 100 കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ അമ്മമാർ വീണ്ടും പ്രക്ഷോഭത്തിലേക്ക്. പട്ടികയിൽ മതിയായ കാരണമില്ലാതെ ഒഴിവാക്കിയ 1031 പേരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തി. 2017 നടത്തിയ പ്രത്യേക മെഡിക്കൽ ക്യാമ്പുകളിലൂടെ 1905 എൻഡോസൾഫാൻ ദുരിതബാധിതരെ കണ്ടെത്തിയിരുന്നു. എന്നാൽ പിന്നീട് അത് 1095 ചുരുക്കി. തുടർന്ന് അമ്മമാർ നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് പട്ടിക പുനഃപരിശോധനയിൽ 76 പേരെ ചേർത്തുവെങ്കിലും അപ്പോഴും 1542 പേർ പട്ടികയ്ക്ക് പുറത്തായിരുന്നു. 2019 സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ അനിശ്ചിതകാല പട്ടിണി സമരത്തെ തുടർന്ന് 18 വയസ്സുള്ള കുട്ടികളെ ഉൾപ്പെടുത്തുകയും ശേഷിക്കുന്നവരുടെ മെഡിക്കൽ റെക്കോർഡ് പരിശോധിച്ച് പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകുകയും ചെയ്തു. 511 കുട്ടികളെ ഉൾപ്പെടുത്തിയ ശേഷം ബാക്കി വന്ന 1301 പേരുടെ കാര്യത്തിൽ 3 വർഷം കഴിഞ്ഞിട്ടും തീരുമാനമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി സമരസമിതി രൂപീകരിച്ച് അമ്മമാരുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭ രംഗത്തിറങ്ങിയത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും മറ്റുള്ള മന്ത്രിമാർക്കും കത്തുകൾ അയച്ചും അറിയിച്ചു. എന്നിട്ടും ഒരു തീരുമാനം ഉണ്ടാകാതെ വന്നപ്പോഴാണ് നമ്മൾ ഈ സമര പ്രഖ്യാപന സമ്മേളനത്തിലേക്ക് ഇറങ്ങിയത്. കാരണം നമുക്ക് സമരമല്ലാതെ വേറെ മാർഗമില്ല. ഈ സമരത്തിന് ഞങ്ങൾ ഇറക്കാതെ നമ്മുടെ ആനുകൂല്യങ്ങൾ, അതായത് ഞങ്ങളെ തിരിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ആവശ്യം. ഇപ്പോൾ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച സമരപ്രഖ്യാപന കൺവെൻഷൻ പ്രൊഫസർ വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സംഭവത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സമരം സെക്രട്ടേറിയറ്റിലേക്ക് വ്യാപിപ്പിക്കാനാണ് പീഡിത ജനകീയ മുന്നണിയുടെ തീരുമാനം. ന്യൂസ് 18 കാസർഗോഡ്.
എറണാകുളം പൂയംകുട്ടി ബ്ലാവനക്കടവിൽ പാലം വേണമെന്ന ആവശ്യം. മഴക്കാലമായതോടെ കുട്ടമ്പുഴ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങൾ ഒറ്റപ്പെടുന്ന സ്ഥിതിയിലാണ്. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ തേര, തലവെച്ചപ്പാറ, കുഞ്ചിപ്പാറ, വാരിയം ആദിവാസി കോളനികളിലേക്കും കുടിയേറ്റ ഗ്രാമമായ കല്ലേലി മേടിലേക്കുമുള്ള ഏകപാതയാണ് ബ്ലാവനക്കടവ്. ഈ കടവിൽ നിന്ന് ജങ്കാറിൽ പുഴ കടന്നു വേണം ആളുകൾക്ക് വീടുകളിലെത്താൻ. മഴക്കാലമായാൽ പുഴയിലെ ഒഴുക്ക് ശക്തമാകും. ഇതോടെ ജങ്കാർ സർവീസ് നിർത്തിവയ്ക്കും. ദിവസങ്ങളോളം ആദിവാസി കോളനിയിലുള്ളവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനാകാത്ത സ്ഥിതിയാണ്. രോഗികളാണ് ഏറെ വലയുന്നത്. ബ്ലാവനക്കടവിൽ പുതിയ പാലം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി ആവശ്യപ്പെട്ടു. തുടർച്ചയായി ബഡ്ജറ്റിൽ പണം വകയിരുത്താതെ ടോക്കൺ എമൗണ്ട് മാത്രം വെച്ചുകൊണ്ട് നാട്ടുകാരെ പറ്റിക്കുന്ന ഈ ഇടപാട് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെടുന്നു. ഇനിയും ഈ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടായില്ല എങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലേക്ക് ഉൾപ്പെടെ ഐക്യ ജനാധിപത്യ മുന്നണി കടക്കും എന്നുകൂടി ഈ ഘട്ടത്തിൽ അറിയുകയാണ്. ബ്ലാവനയിൽ പുതിയ പാലത്തിനായുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ആന്റണി ജോൺ MLA പറഞ്ഞു. പാലത്തിനു വേണ്ടി ഫണ്ട് നീക്കി വയ്ക്കുമ്പോഴും അതിൻ്റെ തുടർ നടപടികൾ ഇപ്പോൾ ഏതായാലും അത് വേഗത കൈവരിച്ച സാഹചര്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അവിടെ ഇൻവെസ്റ്റിഗേഷൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി അനുമതി ചോദിച്ചുകൊണ്ടുള്ള അപേക്ഷ ഓൺലൈൻ പോർട്ടലിൽ നിലവിൽ കൊടുത്തിട്ടുണ്ട്. 6 ലക്ഷം രൂപ അതിനുവേണ്ടി പൊതുമരാമത്ത് വകുപ്പ് ഇതിനോടകം തന്നെ അനുവദിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കുട്ടമ്പുഴ. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.